അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യാന്വേഷികളായ സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവർക്കും പരിചയമുള്ള സുഹരി ഉസ്താദ് ഈ അടുത്ത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാനാണ് ഈ സംസാരത്തിലൂടെ ശ്രമിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്ന് നമുക്ക് കേൾക്കാം. ആദരവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാചകമാണ്, ഒരു മനുഷ്യൻ്റെ അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖൽ ജന്ന, അവൻ സ്വർഗത്തിലാണ് എന്നുള്ളതാണ്. അതായത് ഒരാൾ മുവഹിദായി ജീവിച്ചു എന്നതിൻ്റെ പ്രതിഫലനമാണ് അയാൾ അന്ത്യനിമിഷം കെലിമ ചൊല്ലാൻ കഴിയുക എന്നുള്ളത്. അങ്ങനെ ഒരാൾ കെലിമ ചൊല്ലിയാൽ അതിൻ്റെ അർത്ഥം അല്ല, ഏത് തരം നമുക്ക് ഇഷ്ടപ്പെടാത്തതാകട്ടെ ഇഷ്ടപ്പെടുന്നതാകട്ടെ ഏത് തരം പ്രവൃത്തിയിൽ ജീവിച്ച ആളാണെങ്കിലും അയാൾ കെലിമ ചൊല്ലുന്നുണ്ടോ അതിൻ്റെ അടയാളം, ആ പ്രതിഫലനം അയാൾ മുവഹിദാണ് എന്നതിനേക്ക് സൂചിപ്പിക്കുന്നതാണ്. 87-ാമത്തെ വയസ്സിലാണ് സമീപകാലത്ത് മരണപ്പെട്ടു പോയ ചേലക്കുളം അബുൽ ബുഷ്റ മൗലവി, കേരളത്തിൽ ആയിരക്കണക്കിന് ശിഷ്യസമ്പത്തുള്ള ചേലക്കുളം അബുൽ ബുഷ്റ മൗലവി മരണപ്പെടുന്ന സന്ദർഭം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചൈസ്രം ഉറക്കെ ചൊല്ലി മരിക്കുന്നു. നൂറുകണക്കിന് സമീപത്തുള്ള ആളുകൾ സാക്ഷികളാകുന്നു. ഇങ്ങനെയൊക്കെ മരണപ്പെട്ട മനുഷ്യർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് മുശ്രിക്കിനും മുവഹിദിനും ഒക്കെ കലിമത്തു ഷഹാദ ചൊല്ലാൻ കഴിയുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹം ജീവിതകാലത്ത് മുവഹിദായിരുന്നു എന്നതിന് തെളിവാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അങ്ങനെ ചൊല്ലാൻ കഴിയുന്നത്? അപ്പോൾ മുശ്രിക്കിനും മുവഹിദിനും ഒരേപോലെ മരിക്കുന്ന സമയത്ത് ചൊല്ലാൻ സാധിക്കുന്നതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്? അപ്പോൾ അത് അദ്ദേഹം അങ്ങനെ ചൊല്ലുന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വർഗത്തിലാണ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദർശം ശരിയായിരുന്നു, ജീവിതകാലത്ത് അദ്ദേഹം മുവഹിദായിരുന്നു എന്നതിൻ്റെയൊക്കെ തെളിവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ സമസ്തയിൽപ്പെട്ട അദ്ദേഹം സൂചിപ്പിച്ചതുപോലെയുള്ള പല ഉസ്താക്കന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സമസ്തയുടെ ആദർശമാണ് ശരി, അല്ലെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല എന്നാണ് അദ്ദേഹം വാദിക്കാൻ ശ്രമിക്കുന്നത്. ഇൻഷാ അള്ളാഹ് നമുക്ക് അദ്ദേഹം അടക്കമുള്ള പല ആളുകളും ഇതേ ചോദ്യങ്ങൾ ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കുമായി ഈ വിഷയത്തിൽ സംശയമുള്ള ആളുകൾക്കൊക്കെ മറുപടി നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുകയാണെങ്കിൽ അത് അയാളുടെ ജീവിതകാലത്ത് അയാൾ സ്വീകരിച്ച ആദർശം ശരിയായിരുന്നു എന്നതിന് തെളിവല്ല. നമുക്കെല്ലാവർക്കും അറിയാം, പ്രവാചകന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രബോധനം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകളിൽ വലിയ ഒരു വിഭാഗം ആളുകൾ അവർ ഇസ്ലാം സ്വീകരിക്കുന്നു. പലരും മരണസമയത്താണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അവരുടെ അവസാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിരുന്നു. അങ്ങനെ പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചുപോയ ആളുകൾ, അവർ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധിച്ചു എന്നത് അവർ ജീവിതകാലത്ത് അവർ നടത്തിയ വിഗ്രഹാരാധനകൾ അല്ലെങ്കിൽ ബഹുദൈവാരാധനകൾ, അവർ ചെയ്ത ശിർക്കുകൾ ശരിയാണ് എന്നതിനല്ലല്ലോ തെളിവ്. പിന്നെ ആത്യന്തികമായി എന്തേ മനസ്സിലാക്കാനുള്ളൂ? ആ മനുഷ്യനിൽ അള്ളാഹു ഖൈറ് കാണുകയും അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുമ്പ് തൗഹീദ് സ്വീകരിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുകയും ചെയ്തു എന്ന് മാത്രമേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ അവരുടെ അവസാന സന്ദർഭങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ നടത്തിയ ശിർക്കൊക്കെ ശരിയാണ് എന്നാണോ? അല്ല, മറിച്ച് മരിക്കുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിക്കാൻ, തൗഹീദ് സ്വീകരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീഖ് നൽകി. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ല അസ്മഅഹും. അള്ളാഹു ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഖൈറ് കാണുകയാണെങ്കിൽ അള്ളാഹു സത്യം ആ വ്യക്തിയെ പിന്നീട് കേൾപ്പിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ളൊരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. അതുകൊണ്ട് തന്നെ മരിക്കുന്ന സമയത്ത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും അറിഞ്ഞുകൊണ്ടും ആത്മാർത്ഥമായിട്ടുമാണ് അദ്ദേഹം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് അവസാന കാലത്ത് സത്യം സ്വീകരിക്കാൻ തൗഫീഖ് നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ,
ഒരു വ്യക്തി നരകക്കാരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കും. അവസാനം അയാൾക്കും നരകത്തിനുമിടയിൽ ഒരു ചാൺ അകലമുണ്ടാകുമ്പോൾ അയാൾ സ്വർഗ്ഗക്കാരൻ്റെ പ്രവൃത്തി എടുത്തിട്ട് സ്വർഗ്ഗത്തിൽ പോകും. നേരെ തിരിച്ചും ഒരാൾ സ്വർഗ്ഗക്കാരൻ്റെ പ്രവൃത്തി എടുത്തുകൊണ്ടേയിരിക്കും. അവസാന സന്ദർഭത്തിൽ കുഫറിലേക്ക് മടങ്ങി അയാൾക്കും സ്വർഗ്ഗത്തിനുമിടയിൽ ഒരു ചാൺ അകലം മാത്രം ബാക്കി നിൽക്കെ നരകക്കാരുടെ പ്രവൃത്തി എടുത്ത് അയാൾ നരകത്തിൽ പോകും. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലാണ് പറഞ്ഞതെങ്കിൽ അത് അവസാന സന്ദർഭത്തിൽ അള്ളാഹു നൽകിയ തൗഫീഖാണ് എന്ന് മനസ്സിലാക്കലല്ലാതെ അദ്ദേഹം ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള എല്ലാ ഷിർക്കുകളും കുഫറുകളുമൊക്കെ അതോടുകൂടി സാധൂകരിക്കപ്പെട്ടു എന്ന് ഒരാളും മനസ്സിലാക്കുകയില്ല, ഒരാളും മനസ്സിലാക്കാൻ പാടില്ല. ഇസ്ലാമിൻ്റെ ബാലപാഠമറിയുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കുവാനോ ചിന്തിക്കുവാനോ കഴിയില്ല. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് നൽകാനുള്ള മറുപടി. ആര് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞാലും അത് ജീവിതകാലത്ത് ചെയ്ത പച്ചയായ ഷിർക്കുകളെ ന്യായീകരിക്കുന്നതല്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠം. രണ്ടാമത്തത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ മാത്രം സ്വർഗ്ഗത്തിൽ പോകും എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മറിച്ച് വളരെ കൃത്യമായി ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ മാത വഹുവ യഅലമു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. മൻ മാത, ഒരാൾ മരിക്കുന്നു, വഹുവ യഅലമു, അയാൾ അറിയുന്നുണ്ട് എന്ത്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന്. അപ്പോൾ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ പൊരുൾ അറിഞ്ഞുകൊണ്ട് ചൊല്ലുന്ന ആളുകൾ, ആ പൊരുൾ അറിഞ്ഞുകൊണ്ടാണ് ആ വ്യക്തി മരിക്കുന്നതെങ്കിൽ ദഖലൽ ജന്ന, ആ വ്യക്തിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ സാധിക്കും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേവലം നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, മറിച്ച് ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്, ആശയം എന്താണ്, അതിൻ്റെ അനിവാര്യതകൾ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസിലുള്ളത്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇഖ്ലാസോടുകൂടി അഥവാ ഷിർക്ക് കലരാത്ത രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവരിലും ഖാലിസൻ മിൻ ഖൽബിഹി എന്ന അവസ്ഥയില്ലാത്തവരുണ്ട്. തൗഹീദിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തവരുണ്ട്. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് വിരുദ്ധമായ ആശയങ്ങൾ മനസ്സിലാക്കി വെച്ചവരുണ്ട്. അവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലും. ജീവിച്ചിരിക്കുന്ന കാലത്ത് ചൊല്ലുന്നത് പോലെ അവർ മരിക്കുന്ന സന്ദർഭത്തിലും ചൊല്ലാം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ചൊല്ലുന്നതിൻ്റെ പൊരുൾ അറിയില്ല എങ്കിൽ, അവർ അതിന് വിപരീതമായി പ്രവർത്തിച്ചവരാണെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ടാണ് സൂറത്ത് മുഹമ്മദിലെ 19 അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഫഅലം, നിങ്ങൾ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന പൊരുൾ നിങ്ങൾ വ്യക്തമായി അറിയണമെന്നാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ചിലർ അവർ പുതുതായി ഇസ്ലാമിലേക്ക് വന്നവരാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവുകൊണ്ട് പറഞ്ഞവരാണ്, പ്രഖ്യാപിച്ചവരാണ്. അവർ അറബി അറിയുന്നവരാണ്. എന്നിട്ടും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു യുദ്ധത്തിൻ്റെ യാത്രയിൽ മുശ്രിക്കുകളായ ആളുകൾ ഒരു മരത്തിനു ചുറ്റിലും ഭജനമിരിക്കുന്നത് കണ്ടപ്പോൾ, ബറക്കത്തെടുക്കാൻ വേണ്ടി അവരുടെ ആയുധങ്ങൾ ആ മരത്തിൽ കെട്ടിത്തൂക്കിയത് കണ്ടപ്പോൾ, ഈ പറയപ്പെട്ട നബിയുടെ കൂടെയുള്ള സ്വഹാബികളിൽ ചിലർ, അവർ പുതിയ മുസ്ലിമീങ്ങളാണ്, അവർ പറഞ്ഞു, ഇജ്അൽ ലനാ ദാത അൻവാത്ത് കമാ ലഹും ദാതു അൻവാത്ത്, അവർക്ക് ആയുധങ്ങൾ കെട്ടിത്തൂക്കിയിടാൻ ഒരു മരമുള്ളതുപോലെ ഞങ്ങൾക്കും നിശ്ചയിച്ചു തരണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് മൂസാ നബിയുടെ അനുയായികൾ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു ഇലാഹിനെ തരണം എന്ന് ചോദിച്ചതിന് തുല്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അറബി അറിയാവുന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് പോലും അതിൻ്റെ വിശദാംശങ്ങളിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. ഈ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും എന്നാൽ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാതെ പോവുകയും ഷിർക്കിൻ്റെതായ ചില വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്താൽ അത് അപകടമാണ് എന്നാണ് ഈ സംഭവത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അറിഞ്ഞുകൊണ്ടും അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ചൊല്ലിയെങ്കിൽ മാത്രമേ ഒരാളുടെ ആ ഒരു കലിമത്ത് തൗഹീദ് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും, സുഹരി ഉസ്താദിനും ഉള്ളതുപോലെ, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൊരുൾ അറിയാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കാത്ത ഒരാൾക്ക് മരിക്കുന്ന സമയത്ത് അത് ചൊല്ലാനുള്ള തൗഫീഖ് ഉണ്ടാകുമോ എന്നാണ്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ ജീവിതകാലത്തുണ്ടായിരുന്ന ശീലങ്ങൾ, അത് വാക്കുകളാകട്ടെ പ്രവൃത്തികളാകട്ടെ, ആ ശീലങ്ങൾ അയാളിൽ നിന്ന്
പുറത്തു വരും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഗാന്ധിജി വെടിയേറ്റ് മരിക്കുമ്പോൾ ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചത്. അപ്പോൾ ഒരു ഹൈന്ദവൻ വാദിക്കുകയാണെന്ത്, മരിക്കുന്ന സമയത്ത് ഒരാൾക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന സമയമല്ലേ, അപ്പോൾ ഹേ റാം എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം രാമൻ ദൈവമാണ്. അത് മരിക്കുന്ന സമയത്ത് ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് രാമനാണ് ശരിയായ ദൈവം എന്നൊരാൾ വാദിച്ചാൽ നാം എന്താണ് മറുപടി പറയുക? അപ്പോൾ എന്തുകൊണ്ടാണ് ഗാന്ധിജി ഹേ റാം എന്ന് പറഞ്ഞത്? അദ്ദേഹം ഒരു രാമഭക്തനായിരുന്നു. അദ്ദേഹം എപ്പോഴും രാമമന്ത്രം ജപിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് മരിക്കുന്ന സമയത്തും അത് വന്നു. പല ആളുകളും മരിക്കുന്ന സമയത്ത് അവരുടെ കാമുകിമാരുടെ പേര് പറഞ്ഞുകൊണ്ട് മരിക്കുന്നവരുണ്ട്, കാമുകന്മാരുടെ പേര് പറഞ്ഞ് മരിക്കുന്നവരുണ്ട്, ഇഷ്ടപ്പെട്ട ആളുകളുടെ പേരുകൾ പറയുന്നവരുണ്ട്, പാട്ടുപാടി മരിക്കുന്നവരുണ്ട്, ചില ആളുകൾ ലെക്ചർ എടുത്ത് മരിക്കുന്നവരുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കുക, പല ആളുകളും മരിക്കുന്ന സമയത്ത് പറഞ്ഞതുമായതുമായ കാര്യങ്ങൾ നമുക്കിന്ന് അവൈലബിളാണ്. ആ പറഞ്ഞതൊക്കെ മരിക്കുന്ന സമയത്ത് പറഞ്ഞു എന്നതുകൊണ്ട് അതൊക്കെയാണ് യാഥാർത്ഥ്യം, അതൊക്കെയാണ് സത്യം എന്ന് ആരും വാദിക്കുകയില്ല. മറിച്ച് അവരുടെ ജീവിത കാലഘട്ടത്തിലുണ്ടായിരുന്ന ശീലങ്ങൾ മരിക്കുന്ന സമയത്ത് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ അബൂ താലിബ് മരണപ്പെടുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് നിരന്തരം അടുത്തിരുന്ന് പറഞ്ഞു കൊടുത്തിട്ടും അവസാനം അബൂ താലിബ് പറഞ്ഞതെന്താണ്? അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിലായിക്കൊണ്ടാണ് മരിക്കുന്നത് എന്നാണ്. അപ്പോൾ മരിക്കുന്ന സമയത്ത് അബൂ താലിബ് പറഞ്ഞത് അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്താണ്, ഞാൻ അതിലാണുള്ളത് എന്നാണ്. അത് വെച്ചുകൊണ്ട് ഒരാൾക്ക് വാദിക്കാൻ പറ്റുമോ? അദ്ദേഹം അവസാനം അംഗീകരിച്ചത്, മരണത്തോടടുത്തപ്പോൾ അംഗീകരിച്ചത് അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്താണ്, അപ്പോൾ അതാണ് ശരി എന്നാണ് അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നബി പറഞ്ഞതല്ല ശരി, അബ്ദുൽ മുത്തലിബിൻ്റെ ആശയമാണ് ശരി എന്നാർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അത് ജീവിത കാലഘട്ടത്തിലുണ്ടായിരുന്ന ശീലങ്ങൾ മരിക്കുന്ന സമയത്ത് പറയുന്നു. അങ്ങനെ പറയാൻ സാധിക്കും, അങ്ങനെ പറയാറുണ്ട് ആളുകൾ. അതൊന്നും അവരുടെ ആദർശം, അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെയ്തത് ശരിയാണ് എന്നതിൻ്റെ തെളിവല്ല. രണ്ടാമത്തത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴും ആ പറയുന്നതിൻ്റെ വ്യക്തമായ പൊരുൾ അറിയാതെ ഞാൻ മനസ്സിലാക്കി വെച്ചതൊക്കെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൊരുൾ എന്നറിഞ്ഞുകൊണ്ടും ഒരാൾക്ക് ചൊല്ലാം. ഉദാഹരണത്തിന് ജീവിത കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന എത്രയെത്ര വിഭാഗങ്ങളുണ്ട്. പക്ഷേ അവരുടെ അഖീദ ശരിയാണോ? ഉദാഹരണത്തിന് മുഅ്തസിലിയാക്കൾ, ജഹ്മിയാക്കൾ, ഇവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ചവരാണ്. മുസ്ലിമീങ്ങളിൽ നിന്ന് പിഴച്ചുപോയ ഗുരുതരമായ പിഴവ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പിഴച്ച കക്ഷികളുണ്ട്. പക്ഷേ അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്നു. പക്ഷേ അവരിൽ വലിയൊരു വിഭാഗം അള്ളാഹുവിൻ്റെ അസ്മാഉകളെ നിഷേധിക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നിഷേധിക്കുന്നവരാണ്, വളരെ ഗുരുതരമായ വാദങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നവരാണ്. പക്ഷേ അവരും മനസ്സിലാക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ പറയുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ മനസ്സിലാക്കിയതുപോലെ ആവണമെങ്കിൽ അവർ വിശ്വസിച്ച വിശ്വാസങ്ങളാണ്, അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്നാണ് അവർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അതവരുടെ ധാരണയാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ആ പറച്ചിൽ ശരിയല്ല. കാരണം അവർ അതിൻ്റെ പൊരുൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടല്ല പറയുന്നത്. യഹൂദ ക്രൈസ്തവരുടെ കാര്യം നോക്കൂ നിങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇമ്രാനിലെ 64 പറയുന്നത് എന്താണ്? ഖുൽ യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ഷൈഅൻ വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ കോമൺ ആയിട്ടുള്ള, നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു പൊതു തത്വത്തിലേക്ക് വരൂ. ഇത് വേദക്കാരോട് പറയാനാണ് പറഞ്ഞത്, യഹൂദ ക്രൈസ്തവരോട്. കാരണം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അംഗീകരിച്ചിരുന്നു. പക്ഷേ ക്രൈസ്തവർ അള്ളാഹു എന്ന് പറയുമ്പോൾ അവർ അതിലേക്ക് ചിലത് കടത്തിക്കൂട്ടി. യഹൂദന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്നവരാണ്. പക്ഷേ അവരും പലതും അതിൽ കടത്തിക്കൂട്ടി. അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ട് പലരും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിമീങ്ങളിൽ പിഴച്ച ധാരാളം കക്ഷികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവരാണ്. അതേ സന്ദർഭത്തിൽ പച്ചയായ കുഫറും ഷിർക്കും വിശ്വസിച്ചാചരിക്കുന്നവരുമാണ്. അപ്പോൾ ജീവിത കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അവർ തെറ്റിദ്ധരിച്ചതുപോലെ മരിക്കുന്ന സമയത്തും അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. അവരുടെ വിശ്വാസം അവരെ സംരക്ഷിക്കും, ഖിയാമത്ത് നാളിൽ അവർക്കത് ഉപകാരപ്പെടുമെന്നാണ് അവരുടെ ധാരണ. അങ്ങനെയുള്ള തെറ്റായ ധാരണകളോടുകൂടി മരിച്ചു പോകുന്ന ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 103, 104 ആയത്തുകൾ അതിന് തെളിവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയ ആളുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവരുടെ പ്രവർത്തനങ്ങൾ, അധ്വാനങ്ങൾ ഐഹിക ജീവിതത്തിൽ തന്നെ പാഴായിപ്പോയി, നഷ്ടപ്പെട്ടു പോയി. അവർ വിചാരിക്കുന്നത് അവർ നല്ലതാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്.
അപ്പോൾ അവരുടെ ധാരണ അവർ നല്ലതാണ് പ്രവർത്തിക്കുന്നത്, അവരാണ് ശരിയെന്നാണ്. പക്ഷേ അവരുടെ അമലുകൾ ബാത്തിലായി പോയിട്ടുണ്ട്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് ഖവാരിജുകളെക്കുറിച്ചാണ് എന്നൊരഭിപ്രായമുണ്ട്, യഹൂദ ക്രൈസ്തവരെക്കുറിച്ചാണ് എന്നൊരഭിപ്രായമുണ്ട്. ഈ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ശ്രദ്ധേയമായൊരു പോയിൻ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് അന്ന ഹാദിഹിൽ ആയ അൽ കരീമ തഷ്മലുൽ ഹറൂറിയത കമാ തഷ്മലുൽ യഹൂദ വൻ നസാറ വഗൈറഹും لا أنها نزلت في هؤلاء على الخصوص ولا هؤلاء بل هي أعم من هذا فإن هذه الآية مكية قبل خطاب اليهود والنصارى وقبل وجود الخوارج بالكلية. അദ്ദേഹം പറയുന്നത് ഈ ആയത്ത് യഹൂദരും നസാറാക്കളും ഹറൂറികളും അഥവാ ഖവാരിജുകളടക്കമുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. കാരണം ഇത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട അധ്യായമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വ ഇന്നമാ ഹിയ ആമ്മത്തുൻ ഫീ കുല്ലി മൻ അബദല്ലാഹ അലാ ഗൈരി ത്വരീഖത്തിൻ മർദിയ്യത്തിൻ യഹ്സബു അന്നഹു മുസീബുൻ ഫീഹാ. അദ്ദേഹം പറയുകയാണ് ഈ ആയത്ത് ആമ്മാണ്, അഥവാ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു. എങ്ങനെ? ഫീ കുല്ലി മൻ അബദല്ലാഹ്, അവരൊക്കെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തവരാണ്. പക്ഷേ എങ്ങനെ? അലാ ഗൈരി ത്വരീഖത്തിൻ മർദിയ്യ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലല്ല. യഹ്സബു അന്നഹു മുസീബുൻ ഫീഹ, അയാൾ വിചാരിക്കുന്നത് അവൻ ശരിയാണ് എന്നാണ്. വ അന്ന അമലഹു മഖ്ബൂലുൻ, അയാളുടെ അമൽ ഖിയാമത്ത് നാളിൽ സ്വീകരിക്കപ്പെടുന്നതാണ് എന്നാണ് അയാൾ വിചാരിക്കുന്നത്. പക്ഷേ വഹുവ മുഖ്തിഉൻ, അയാൾ അബദ്ധത്തിലാണുള്ളത്. വ അമലുഹു മർദൂദുൻ, അയാളുടെ അമലുകൾ തള്ളപ്പെടുന്നതാണ്. അപ്പോൾ തങ്ങളുടെ വാദത്തിൽ ശരിയാണ്, തങ്ങളുടെ അഖീദയിൽ ശരിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മരിക്കുന്ന സമയത്തും അത് പറയുമ്പോൾ അവരുടെ ധാരണ അതായിരിക്കും, പക്ഷേ അത് സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അമിലു അമാലൻ ബാത്തിലത്തൻ അലാ ഗൈരി ശരീഅത്തിൻ മശ്റൂഅത്തിൻ മർദിയ്യത്തിൻ മഖ്ബൂല, അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളൊക്കെ ബാത്തിലാണ്, അത് ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല, തൃപ്തിപ്പെടുന്നതല്ല, അള്ളാഹു സ്വീകരിക്കുന്നതുമല്ല. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ ഐ യഅതഖിദൂന അന്നഹും അലാ ഷൈ വ അന്നഹും മഖ്ബൂലൂന മഹ്ബൂബൂൻ, അവർ വിശ്വസിക്കുന്നത്, നോക്കൂ, യഅതഖിദൂന അന്നഹും അലാ ഷൈ, അവർ എന്തോ കാര്യത്തിലാണ്, ഹക്കിലാണ് എന്നവർ വിചാരിക്കുന്നു, അവർ സ്വീകരിക്കപ്പെടും, റബ്ബിൻ്റെ അടുക്കൽ പ്രിയപ്പെട്ടവരാണെന്ന് അവർ ധരിക്കുന്നു. പക്ഷേ ആ ധാരണ തെറ്റാണ്. അപ്പോൾ തെറ്റായ ധാരണയിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവരുണ്ട്. അതെല്ലാം അവരുടെ ആദർശം ശരിയാണ് എന്നതിൻ്റെ തെളിവല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ധാരാളം ആളുകൾ ഷിർക്കിലും കുഫറിലുമാണ് എന്നുള്ള വിഷയത്തിൽ സമസ്ത പോലും അംഗീകരിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ അവർ പല ആളുകൾക്കും ഖണ്ഡനം പറയുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡനം പറയുന്നത് എന്തുകൊണ്ടാണ്? മറ്റേ കക്ഷി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നിടത്തിൽ അവർക്കവരുടെ വിശ്വാസത്തിലും മറ്റും പല നിലക്കുമുള്ള കുഫറും ഷിർക്കും സംഭവിക്കുന്നുണ്ട് എന്നവർ തന്നെ വാദിക്കുന്നുണ്ട്. അതുകൊണ്ട് കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുകൊണ്ടായില്ല, മറിച്ച് അത് കൃത്യമായി അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലായിരിക്കണം, സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലായിരിക്കണം. അതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അത്തരം തെറ്റിദ്ധാരണകളൊക്കെ നമ്മൾ തിരുത്തണം. ജീവിത കാലഘട്ടത്തിൽ ചെയ്ത ഷിർക്കിനെ ന്യായീകരിക്കുന്നതല്ല അവസാന സന്ദർഭത്തിൽ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാണ് ഷിർക്ക് ചെയ്തത്. അപ്പോൾ അത് അവരുടെ ധാരണയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ വളരെ പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അത് സ്വീകരിക്കപ്പെടാത്ത ഒരു സന്ദർഭത്തിലുമാകാം. ഏതുപോലെ? ഫിർഔൻ പറഞ്ഞതുപോലെ. സൂറത്ത് യൂനുസിലെ 90-91 ആയത്തുകളിൽ അതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫിർഔൻ ബനു ഇസ്രായേലരുടെ പിറകെ വന്നു. അങ്ങനെ ചെങ്കടലിൽ മുങ്ങുന്ന സന്ദർഭം, ഹത്ത ഇദാ അദ്റകഹുൽ ഗറഖു, അങ്ങനെ മുങ്ങിത്താവൽ അയാളെ പിടികൂടിയപ്പോൾ, വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങിയപ്പോൾ, ഖാല ആമൻതു, ഫിർഔൻ പറയാണ്, ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ല, നോക്കൂ, ലാ ഇലാഹ ഇല്ല അല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായേൽ, ബനു ഇസ്രായേലിയർ വിശ്വസിക്കുന്ന ആ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. കറക്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാ പറയുന്നത്? ഫിർഔനാണ് പറയുന്നത്. തീർന്നില്ല, വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. അപ്പോൾ ഫിർഔൻ മരിക്കുന്ന സമയത്ത് പറഞ്ഞതാണത്. അതിൻ്റെ അർത്ഥം ഫിർഔൻ മുസ്ലിമാണ് എന്നാണോ? ഫിർഔൻ സ്വർഗത്തിലാണ് എന്നാണോ? ഫിർഔനിന് തൗഫീഖ് ലഭിച്ചു എന്നാണോ? ഫിർഔൻ ജീവിത കാലഘട്ടത്തിൽ ചെയ്തതൊക്കെ ശരിയാണ് എന്നാണോ? അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് ചോദിക്കുന്നത് ആൽ ആന, ഇപ്പോഴാണോ അത് അംഗീകരിക്കുന്നത്? വഖദ് അസൈത ഖബ്ലു, ഇതിനു മുമ്പ് നീ അനുസരണക്കേട് കാണിച്ചു. അതിൻ്റെ അർത്ഥം ഇപ്പോൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ പറഞ്ഞ സമയം എന്തല്ല, ശരിയായില്ല.
ഇത് നീ നേരത്തെ പറയുകയായിരുന്നെങ്കിൽ അംഗീകരിക്കപ്പെടുമായിരുന്നു. പക്ഷേ മരണത്തെ മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. അത് മനസ്സിൽ തട്ടി അറിഞ്ഞു പറഞ്ഞാലും ശരി, മരണത്തെ മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് സ്വീകരിക്കപ്പെടുകയില്ല. വകുൻത മിനൽ മുഫ്സിദീൻ, നേരത്തെ നീ കുഴപ്പക്കാരനായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ മരണത്തെ മുഖാമുഖം കണ്ട ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടണമെന്നുമില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഫിർഔൻ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലിയിട്ടുണ്ട്, അതുകൊണ്ട് ഫിർഔൻ സ്വർഗത്തിലാണ് എന്ന് വിശ്വസിക്കാവതല്ല. എന്നാൽ ധാരാളം സൂഫികൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. സുഹരി മനസ്സിലാക്കിയതുപോലെ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചതുപോലെ മനസ്സിലാക്കിയ പല സൂഫികളും അവരുടെ കിതാബിൽ അത് എഴുതി വച്ചിട്ടുണ്ട്, ഫിർഔൻ മുസ്ലിമാണ്. നമ്മുടെ കേരളത്തിലെ സമസ്തയുടെ ചില ആളുകളുടെ പുസ്തകങ്ങളിലും അത് ഇടം പിടിച്ചിട്ടുണ്ട്, ഫിർഔൻ മുസ്ലിമാണ് എന്ന്. മഅദല്ലാഹ്, അത് ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. സൂറത്തു ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇത് ഫിർഔൻ്റെ മാത്രം കാര്യമല്ല, എല്ലാവരും പറയുമെന്നാണ്. സൂറത്തു ഗാഫിറിലെ 84 അല്ലാഹു പറയുന്നത്, ഫലമ്മ റഔ ബഅസന ഖാലു ആമന്നാ ബില്ലാഹി വഹ്ദഹു വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ. നമ്മുടെ ശിക്ഷ അവർ കണ്ടപ്പോൾ, അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിലേക്ക് വന്നപ്പോൾ, ഖാലു അവരൊക്കെ പറഞ്ഞു, ആമന്നാ ബില്ലാഹി വഹ്ദഹു, ഞങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, ഞങ്ങൾ മുമ്പ് പങ്കു ചേർത്തതിനെയൊക്കെ ഞങ്ങളിതാ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ പൊരുളാണ് ഈ പറഞ്ഞത്. ഞങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ പങ്കു ചേർത്തതിനെ മുഴുവൻ നിഷേധിക്കുന്നു എന്ന് അവർ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ പറഞ്ഞു എന്നാണ്. അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഉപകാരപ്പെടുകയില്ല, അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഗാഫിറിലൂടെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ സൂറത്തു തൗബയിലെ 18-ാമത്തെ ആയത്തിലുള്ളത് എന്താണ്? വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആതി ഹത്താ ഇദാ ഹളറ അഹദുഹുമുൽ മൗതു ഖാല ഇന്നി തുബ്തുൽ ആൻ. അല്ലാഹു തൗബ സ്വീകരിക്കൂല ആരുടെ? തിന്മകൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ മരണമാസന്നമായപ്പോൾ പറയാണ്, ഞാൻ ഇപ്പോൾ തൗബ ചെയ്തിരിക്കുന്നു. അപ്പോൾ മരണമാസന്നമായ ആളുകൾ ആ മരണത്തെ കാണുമ്പോൾ തൗബ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ തൗബ സ്വീകരിക്കൂല, അവരുടെ ഇസ്ലാം സ്വീകരിക്കൂല, അവരുടെ തൗഹീദ് സ്വീകരിക്കൂല. കാരണം അതിന് മുമ്പ് പറയണം. അപ്പോൾ മരണമാസന്നമായ ആളുകൾ ആ സമയത്ത് പറഞ്ഞു എന്നത് അത് സ്വീകരിക്കപ്പെടുന്ന കലിമത്ത് തൗഹീദാവണമെന്നില്ല. ഈ കാരണം കൊണ്ടും പറയാം. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാൻ ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ. അതൊന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിത കാലഘട്ടത്തിൽ അവർ ചെയ്ത ശിർക്കിനെ ന്യായീകരിക്കുന്നതല്ല. സമസ്തയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇരു സമസ്തയും ഔദ്യോഗികമായി അവരുടെ പുസ്തകങ്ങളിലും അവരുടെ വേദികളിലും കൃത്യമായി പറഞ്ഞ കാര്യം അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് തന്നെയാണ്. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന വ്യക്തമായ തൗഹീദിന് ഘടകവിരുദ്ധമായ കാര്യമാണ്. ഈ ആദർശത്തെ ഇല്ലാതെയാക്കാനാണ്, അതിനെതിരിൽ സംസാരിക്കാനാണ് ഇസ്ലാം വന്നിട്ടുള്ളത്. എന്നാൽ സമസ്തയുടെ വാദം, സമസ്തയിലെ സാധാരണക്കാരായ ആളുകളോ അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷം വരുന്ന ആളുകളോ ഉസ്താക്കന്മാരോ ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും സമസ്തയുടെ ഔദ്യോഗിക നേതാക്കൾ അവരുടെ ഔദ്യോഗികമായ വേദികളിൽ, സംവാദവേദികളിൽ, ഖണ്ഡനമണ്ഡന വേദികളിൽ, അവരുടെ ഗ്രന്ഥങ്ങളിൽ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം, അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്താം എന്ന് തന്നെ കൃത്യമായി വാദിക്കുന്നവരാണ്. അത് വ്യക്തമായ ശിർക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും അവർ നാവുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും അവർ വ്യക്തമായ ശിർക്കിലാണുള്ളത്. അതുകൊണ്ടാണ് സുഹരിക്ക് മറ്റൊരു പ്രയാസമുണ്ടായത്. മക്കാ മുശ്രിക്കുകളേക്കാൾ കടുത്ത വിശ്വാസം സമസ്തക്കുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കപ്പെടുന്നത് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അതാണ് ശരി. കാരണം മക്കാ മുശ്രിക്കുകളുടെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ മക്കാ മുശ്രിക്കുകളെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നത്, ഉദാഹരണത്തിന് സൂറത്തുൽ അൻകബൂത്തിൽ 65 പറയുന്നത്, ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കപ്പലിൽ കയറിയാൽ കീഴ്വണക്കം നിഷ്കളങ്കമാക്കി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാഹും യുശ്രിക്കുൻ, അവരെ കരയിലേക്ക് അള്ളാഹു രക്ഷപ്പെടുത്തിയാൽ അപ്പോൾ അതാ അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു. അപ്പോൾ കപ്പലിൽ കയറി കപ്പൽ മുങ്ങാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളെയൊക്കെ അവർ മറക്കുകയും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇത് സൂറത്തുൽ ലുഖ്മാനിലെ 32 വഇദാ ഗശിയഹും മൗജുൻ കല്ലുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതേപോലെ തന്നെ സൂറത്ത് യൂനുസിലെ 22 അത് വളരെ വ്യക്തമായി അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അള്ളാഹു അവരെ കരയിലും കടലിലും സഞ്ചരിപ്പിക്കുന്നു. അങ്ങനെ അവർ കപ്പലിൽ കയറി കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല കാറ്റ് കൊണ്ട് അവരങ്ങനെ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ അതാ ജാഅത്ഹാ റീഹുൻ ആസിഫുൻ വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മക്കാനിൻ വളന്നു അന്നഹും ഉഹീത ബിഹിം, നാനാഭാഗത്തു നിന്നും
തിരമാലകൾ വരുന്നു, ശക്തമായ കാറ്റ് വരുന്നു, അങ്ങനെ അവർ മുങ്ങി മരിക്കാൻ പോവുകയാണ്, വലയം ചെയ്യപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം നിഷ്കളങ്കമാക്കി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ഇതാണ് മക്കാ മുശ്രിക്കുകളുടെ അവസ്ഥ. എന്നാൽ നിങ്ങൾ നോക്കൂ, സമസ്തയിലെ അറിയപ്പെട്ട ഒരു നേതാവ് ഇതേപോലെ കപ്പലിൽ കയറി കപ്പൽ മുങ്ങാൻ പോയപ്പോൾ അദ്ദേഹം ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നത് നിങ്ങൾക്ക് കേൾക്കാം. കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് മറിഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എൻ്റെ കൈവിടല്ലേ. സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഒരു വലിയ വിശദീകരണത്തിൻ്റെ ആവശ്യമിനി ഇല്ലാത്ത വിധം മക്കാ മുശ്രിക്കുകളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നു. സമസ്തയുടെ നേതാവിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നോക്കൂ. ഇനി അദ്ദേഹം മാത്രമല്ല, മറ്റൊരു നേതാവ്, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മകൻ, അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കൂ. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നോക്കൂ, അദ്ദേഹവും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആരെയാണ്? ബദരീങ്ങളെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്നുള്ള ആ ഒരു വിശ്വാസം എന്ന് മാത്രമല്ല, ധാരാളം നമുക്ക് തെളിവുകൾ കൊണ്ടുവരാൻ സാധിക്കും. മഴ പെയ്യിപ്പിക്കുന്നതും കാറ്റടിപ്പിക്കുന്നതും ലോകത്തെ നിയന്ത്രിക്കുന്നതുമൊക്കെ CM മടവൂരടക്കമുള്ള, മൊഹിദ്ദീൻ ഷെയ്ഖ് അടക്കമുള്ള ഷെയ്ഖുമാരാണ്, ഹോജമാരാണ്, വലിയകളാണ് എന്ന് നിരന്തരമായി പ്രഭാഷണം നടത്തുന്നവരാണ് സമസ്തയിലെ പ്രബോധകന്മാർ. മക്കാ മുശ്രിക്കുകൾ ഒരിക്കലും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. മറിച്ച് മഴ പെയ്യിപ്പിക്കുന്നത് ആരാണ്, സസ്യലതാദികളെ മുളപ്പിക്കുന്നത് ആരാണ്, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്നല്ലാതെ മറ്റൊരു മറുപടി മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിട്ടില്ല. എന്നാൽ സമസ്തയുടെ നേതാക്കൾ അതൊക്കെ വലിയകൾക്ക് ചാർത്തി കൊടുക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു യാഥാർത്ഥ്യമായിരിക്കെ അത്രയും ഗുരുതരമായ തെറ്റുകളാണ് അവരുടെ അഖീദയുടെ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ മരിക്കുന്ന സമയത്ത് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്കും ഒരു പരീക്ഷണം, ജീവിച്ചിരിക്കുന്നവർക്കും ഒരു ഫിത്നയാണ്, പരീക്ഷണമാണ് എന്നല്ലാതെ നമുക്കതിനെക്കുറിച്ച് പറയാനില്ല. അതേപോലെ തന്നെ അത്തരം സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സംസാരത്തിൽ സൂചിപ്പിക്കപ്പെട്ട പല കാരണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും വഞ്ചിതരാവരുത്, ഫിത്നയിൽ അകപ്പെടരുത് എന്നാണ് മാന്യ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.